ആനിക്കാട് വായ്പൂര് MRSLV ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പഴയ കെട്ടിടം ഇടിഞ്ഞു വീഴാറായിട്ടും പൊളിച്ചു നീക്കുന്നില്ല. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ സ്കൂൾ കെട്ടിടം. ഇതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരവും നടത്തി. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിട ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അപകടാവസ്ഥയിലായ വായ്പൂര് MRSLV ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ നാമധേയത്തിലുള്ള സംസ്ഥാനത്തെ അപൂർവം സ്ഥാപനങ്ങളിലൊന്നാണിത്. സ്കൂളിന്റെ മുൻവശത്തുള്ള ആദ്യത്തെ പ്രധാന കെട്ടിടമാണിത്. ഈ കെട്ടിടം ഇപ്പോൾ ജീർണാവസ്ഥയിൽ ഏതു സമയത്തും നിലം പൊത്തുന്ന നിലയിൽ നിൽക്കുകയാണ്. ഈ കെട്ടിടം ക്ലാസ് മുറിയായി ഉപയോഗിക്കുന്നില്ലെങ്കിലും വിനോദ കളികൾക്കിടയിൽ കുട്ടികൾ കെട്ടിടത്തിനുള്ളിൽ കയറാൻ സാധ്യത ഏറെയുണ്ട്. അതുകൊണ്ട് അപകടം ഒഴിവാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണെന്ന് കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം തോമസ് മാത്യു പറഞ്ഞു. ഈ സ്കൂളിനെ ഹൈസ്കൂളാക്കി മാറ്റിയതും അതേപോലെ തന്നെ +2 ആക്കി മാറ്റിയതും ജോൺ സാറാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്താണ് ഈ സമീപ പ്രദേശത്തുള്ള ആൾക്കാർ സൗജന്യമായി ഭൂമി വിട്ടുകൊടുത്താണ് ഇത്രയും പുരോഗമനങ്ങൾ ഇവിടെ നടത്തിയത്. എന്നാൽ ഇതിൻ്റെ തായ് കെട്ടിടമായിരിക്കുന്ന ആ പുരാതന കെട്ടിടം ജീർണിച്ച് അവസ്ഥയിൽ വന്നപ്പോൾ ഇത് പൊളിക്കണമെന്ന് ഈ നാട്ടുകാരെന്ന് ആവശ്യപ്പെട്ടതാണ്. എന്നാൽ അത് നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ടാണ് ഇത് പൊളിക്കാതെ കിടന്നിരുന്നത്. ഇപ്പോൾ ഈ കെട്ടിടത്തിൽ പട്ടിയും അതേപോലെ തന്നെ ഈ കെട്ടിടത്തിൽ നിന്ന് ഓടുകൾ താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്തും താഴെ വീണ് അപകടം സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. കുട്ടികൾ അറിയാതെ ഈ സ്കൂളിൻ്റെ വരാന്തയിൽ കൂടെ പോവുകയും അല്ലെങ്കിൽ ഈ സ്കൂളിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ ഇതിനകത്തു നിന്നുള്ള പട്ടികൾ ചാടി കടിക്കുകയും അപകടം സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ മരം വരെ കിളിർത്തു നിൽക്കുകയാണ്. പട്ടിക ഒടിഞ്ഞ് ഓടും നിലത്ത് വീണ അവസ്ഥയാണുള്ളത്. പൊളിഞ്ഞു നിൽക്കുന്ന ഈ സ്കൂളിന് സമീപത്തു കൂടിയാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും നടന്നു പോകുന്നത്. അതുകൊണ്ട് പഴയ ഈ കെട്ടിടം പൊളിച്ചു നീക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ദാനിയേൽ ആവശ്യപ്പെട്ടു. പഴയ ഈ പോയി കിടക്കുന്ന ഈ കെട്ടിടം പൊളിച്ച് മാറ്റിയില്ല എങ്കിൽ നമ്മുടെ ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ +2 വരെയുള്ള ക്ലാസ്സുകളിലുള്ള ഈ കുഞ്ഞുങ്ങൾ കളിക്കാനും എടുക്കാനും ഒക്കെ ഈ പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടത്തിൽ പ്രവേശിക്കുകയും എന്തെങ്കിലും അപകടം ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നിലവിളിച്ചിട്ടോ കാര്യമില്ല. അതൊന്നും സംഭവിക്കാതെ തന്നെ അത് എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റാനുള്ള നടപടി അധികാരികൾ എടുക്കണം എന്ന് മാത്രമേ എനിക്ക് ഈ നിമിഷത്തിൽ പറയാനുള്ളൂ. കെട്ടിടം പൊളിച്ചു പണിയാൻ ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചതാണ്. എന്നാൽ ഇത് പൊളിച്ചു മാറ്റിക്കൊണ്ടുപോകാൻ ഇട്ടിരിക്കുന്ന തുക കരാറുകാർക്ക് താങ്ങാൻ പറ്റുന്നതിന് മുകളിലാണ്. ഇപ്പോൾ ഇട്ടിരിക്കുന്ന തുക കുറച്ച് കെട്ടിടം പൊളിച്ചു നീക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. പാർട്ടി സീനിയർ ജനറൽ സെക്രട്ടറി കുഞ്ഞുകോശ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തു. സമരം ഞങ്ങൾ വ്യാപിപ്പിക്കും. കേരള കോൺഗ്രസ് സിന്ദാബാദ്. കേരള കോൺഗ്രസ് സിന്ദാബാദ്. PJ ജോസഫ് സിന്ദാബാദ്. ഒരു സ്ത്രീരത്നം എന്ന നിലയിൽ വിപ്ലവകരമായ പല മാറ്റങ്ങളും അന്ന് തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ഒരാളാണ്. ഒരുപക്ഷെ അവരിന്ന് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ചാട്ടവാർ കൊണ്ട് അടിച്ചേനെയും ഇന്നത്തെ ഭരണാധികാരികളെ. രാജ്യത്ത് നമ്മുടെ ഒരു ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി എന്നും നിലകൊണ്ടിട്ടുള്ള ഒരു സ്ത്രീരത്നത്തിൻ്റെ പേരിലുള്ള ഒരു സ്ഥാപനമാണ്. ഞങ്ങൾ ഈ സ്ഥാപനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഒരുപക്ഷെ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചായിരിക്കും നമ്മുടെ പൂർവികന്മാർ ഇങ്ങനെ ഒരു കെട്ടിടം പണിതത്. അവർ മണ്ണ് ചുമ്മി, അവർ തടി ചുമ്മി, അവർ തന്നെ പണിത ഒരു കെട്ടിടമായിരിക്കും. പക്ഷെ ആ കെട്ടിടം കാലക്രമത്തിൽ എല്ലാ കെട്ടിടങ്ങളെന്ന പോലെ ആ കെട്ടിടത്തിന് ഇപ്പോഴ് അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് തോമസ് മാത്യു അധ്യക്ഷത വഹിച്ചു. ഉന്നതാധികാര സമിതി അംഗം ജോൺസൺ കുര്യൻ, ജില്ലാ സെക്രട്ടറി ബേബി തടിയിൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ദാനിയേൽ, അംഗം മോളിക്കുട്ടി സിബി, സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് TG മാത്യു, MP ശശിധര കൈമൾ, TC വിജയൻ, TT കുഞ്ഞുമോൻ, മാത്യു തോമസ്, റീന റേച്ചൽ മാത്യു, KG ശ്രീധരൻ, CP അശോക് കുമാർ, വർഗീസ് നൂഴ്മുറി, PS എബ്രഹാം, ലാലു വർഗീസ്, MJ മാത്തുക്കുട്ടി, CV ഫിലിപ്പ് എന്നിവർ പ്രസംഗിച്ചു.